പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് കടം വാങ്ങാവുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനം തന്നെയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി തന്നെയാണ്. കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കടം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഒരു 5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ ഒക്കെ നിങ്ങളുടെ സാലറിയുടെ മുകളിലോ എല്ലാം ആയി നിങ്ങൾക്ക് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ബോസിനെ കൺവിൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അങ്ങനെ തന്നെയാണ്. ഇത്രയും കാലത്തേക്ക് നിങ്ങളവിടെ പട്ടിയെ പോലെ ജോലി ചെയ്തോളാം, അടിമപ്പണി എടുത്തോളാം എന്നുള്ളൊരു കരാറിൽ മേൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അവർ ഒരു 5 ലക്ഷം രൂപയുടെ എമൗണ്ട് ചിലപ്പോൾ അനുവദിച്ചുകൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അനുവദിച്ച് തരാൻ ചാൻസ് ഉണ്ട്. വലിയ വലിയ കമ്പനികളാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഈ പറയുന്ന വിശ്വസ്തരായിട്ടുള്ള സ്റ്റാഫുകൾക്ക് ലോണായിട്ട് കൊടുക്കുന്നു, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ അവർക്ക് തെറ്റുണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് 35,000-40,000 രൂപ ശമ്പളം തരുന്നൊരു കമ്പനിയാണെങ്കിൽ മിക്കവാറും പിന്നെ നിങ്ങൾക്ക് അതൊരു 15,000 രൂപയായിരിക്കും ശമ്പളം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കി മൊത്തം ഈ പറയുന്ന എമൗണ്ടിലേക്ക് അവർ എടുക്കും. അതായത് നിങ്ങൾക്ക് തന്ന അഡ്വാൻസ് എമൗണ്ടിലേക്ക് അവർ കിടിച്ചിട്ട് ബാക്കി ഒരു 15,000-20,000 ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുക. അതുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഇത്രയും വർഷക്കാലത്തേക്ക്. കാരണം ആ ലോണ് നിങ്ങൾ അടച്ചു തീർക്കണമല്ലോ. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ മാസം 15,000 പോരാ സാർ, ബോസ് പ്ലീസ് മുതലാളി എനിക്കൊരു 30,000 വേണം എന്ന് പറയുകയാണെങ്കിൽ മുതലാളി കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. സോ ആ ഒരു വഴിക്കും നിങ്ങൾക്ക് കടമെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ബാങ്ക് തന്നെ വേണം എന്നില്ല എന്നാണ് ഞാൻ പറയണത്. കാരണം ഇവിടെയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മളെ പിഴിഞ്ഞെടുക്കുന്ന ഒരു പരിപാടി അവിടെ അങ്ങനെ വരുന്നില്ല. മറ്റേത് അതല്ല അവസ്ഥ. നമ്മളെ പിഴിഞ്ഞ് ചാറെടുക്കും.